ജയരാജേട്ടനെ കണ്ടേക്കാണ്. ടെക് ബ്ലോഗ്സിൽ ഇപ്പോൾ രാജാവായിട്ട് നിൽക്കുന്ന ചേട്ടനാണ്. വീഡിയോസ് കാണാറുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം? ഇന്നത്തെ പ്രോഗ്രാം നല്ല ഗംഭീര പ്രോഗ്രാമാണ്. സത്യത്തിൽ ഞാൻ യൂട്യൂബിൻ്റെ പല മീറ്റിങ്ങുകളിൽ ഞാൻ അതെല്ലാം അറ്റൻഡ് ചെയ്തു. യൂട്യൂബേഴ്സിൻ്റെ പല അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ ഈ ടേക്ക് ഓഫ് തന്നെ ഉണ്ടല്ലോ, അത് ഗംഭീര ടേക്ക് ഓഫാണ്. അതാണ് എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഉഗ്രം ഗ്രാൻഡ് പ്രോഗ്രാമാണ്. പിന്നെ ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയൊരു അതിശയം എന്ന് പറയുന്നത് ഇത്രയും മലയാളി ക്രിയേറ്റേഴ്സ് ഇത്രയും പേരുണ്ട് എന്ന് സത്യത്തിൽ ഇത്രയും പേരെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അത് ഈ പ്രതികൂല സാഹചര്യത്തിൽ ഇത്രയും പേര് ഇവിടെ വന്നു. അപ്പോൾ ഇതും അല്ലല്ലോ, ഇതിൻ്റെയൊക്കെ എത്രയും മടങ്ങ് ക്രിയേറ്റേഴ്സ് ഉണ്ട് എന്ന് മനസ്സിലായി. ഇത്രയും പേർക്ക് ഇവിടെ വരാൻ പറ്റി, എന്തായാലും എല്ലാവരെയും കാണാൻ പറ്റി. ഭയങ്കര സന്തോഷം, ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള പുതിയ യൂട്യൂബിലേക്ക് വന്നവർക്കുള്ള എന്തൊക്കെയാണ് ടിപ്സ് പറഞ്ഞു കൊടുക്കാനുള്ളത്? ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ള മെയിൻ, ഞാനത് പലയിടത്തും പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മൾ ഒരിക്കലും ഈ യൂട്യൂബ് എന്നതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ നമുക്കതിൽ നിന്ന് കിട്ടുന്ന പൈസ അതിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് വീഡിയോ ചെയ്തു ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഇപ്പം നമ്മൾ ഈ നിങ്ങൾ എൻ്റെ മോണിറ്റൈസേഷനകത്ത് ഈ പേയ്മെൻ്റ് ഒരു ഗ്രാഫ് ഉണ്ട് അല്ലേ, കയറ്റിറക്കങ്ങളാണ് ഈ ഗ്രാഫ്. അപ്പോൾ അതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത് നമ്മുടെ മനസ്സും അതുപോലെ ആ ഗ്രാഫിനൊത്തായിരിക്കും ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സന്തോഷവും വിഷമവും, ഇപ്പോൾ പേയ്മെൻറ്റ് പറയുന്ന ഒരു വിഷമം. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അതിൽ നിന്നുള്ള റിട്ടേണിനെ പറ്റി നമ്മൾ ചിന്തിക്കുകയും ചെയ്യുക. ചിന്തിച്ചാൽ ഉറപ്പാണ് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാൻ നമുക്ക് മൂഡ് കിട്ടില്ല. അതേസമയം നമുക്ക് ചെയ്യാനുള്ള, നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുള്ള ചെയ്യുക, ബാക്കിയെല്ലാം പിറകെ വരും. അല്ലാതെ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇത്ര ഡോളറെ വന്നു, അല്ലെങ്കിൽ എനിക്ക് ഇതിനകത്ത് ഇത്ര എമൗണ്ട് കിട്ടണം, അടുത്ത പ്രാവശ്യം ഇതിന് അങ്ങനെയുള്ള പേയ്മെൻറ്റ് സൈഡ് നിങ്ങൾ ചിന്തിക്കാതെ വീഡിയോ ചെയ്യും, നമുക്ക് അതിനുള്ള റിട്ടേൺ കിട്ടും എന്നാണ് എനിക്ക്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പം നമ്മൾ വീഡിയോ ചെയ്യുമ്പം ഇപ്പം നിങ്ങൾ തന്നെ ഇപ്പോൾ സുജിത് ഭക്തനെ പോലെ ചെയ്യുക, അല്ലെങ്കിൽ രതീഷ് ശർമ്മനെ പോലെ ചെയ്യുക, എന്നെ പോലെ ചെയ്യുക, അല്ലെങ്കിൽ ഹാരിസിക്കെ പോലെ ചെയ്യുക. അങ്ങനെ മറ്റൊരാളെ പോലെ ഇമിറ്റേറ്റ് ചെയ്യരുത്. അതെ, നിങ്ങളെ പോലെ തന്നെ വീഡിയോ ചെയ്യുക. അപ്പം നിങ്ങളെ കാണാനാണ് ആൾക്കാർ. ഭക്തനെയും ഹാരിസിക്കൊക്കെ അവരുടെ ചാനലിൽ ഇപ്പോൾ ആൾക്കാർ കാണുന്നുണ്ട്. നിങ്ങളെ കാണാൻ നിങ്ങളുടേതായ സ്റ്റൈൽ കാണാനായിരിക്കും നിങ്ങളെ കാണാൻ. അത് ആയിരിക്കണം നമ്മൾ ഹൈലൈറ്റ് ഒന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. കാരണം ഇപ്പോൾ എനിക്കിപ്പോൾ യൂട്യൂബിൽ എൻ്റെ കേസ് തന്നെ എല്ലാവരും ചെയ്യുന്നൊരു കാര്യം, ഇപ്പോൾ എനിക്ക് വീഡിയോയിൽ റീച്ച് കുറഞ്ഞാൽ ഞാൻ ഓടിപ്പോയി എന്ത് ചെയ്യും, എൻ്റെ കോമ്പറ്റീറ്റർ അല്ലെങ്കിൽ എൻ്റെ സെയിം ഫീൽഡിൽ വീഡിയോ ചെയ്യുന്ന രതീഷ് ശർമ്മനും ചാനലിൽ വ്യൂ കുറവാണെന്ന്, പുള്ളിക്കും വ്യൂ കുറവാണെന്ന് വ്യൂ കുഴപ്പമില്ല, ഒരു മനസ്സുഖം. അതായത് നമ്മുടെ വീട്ടിൽ കറണ്ട് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓടിപ്പോയില്ല എന്ന് പറഞ്ഞാൽ. പക്ഷെ ആ ബാക്കിയുള്ളവരുടെ ചാനലിൽ പോയി അവരുടെ വ്യൂ കുറവാണോ എന്ന് കാണാൻ നമ്മൾ കാണിക്കുന്നൊരു ത്വരയുണ്ടല്ലോ, അത് നമ്മുടെ ചാനലിൽ നമ്മുടെ ചാനൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതെ, ബാക്കിയുള്ളവർക്ക് വ്യൂ കുറവ്, അതുകൊണ്ട് എനിക്കും വ്യൂ കുറവ്, കുഴപ്പമില്ല, ഞാൻ പറഞ്ഞാൽ സെറ്റിൽഡ് ആവരുത്. നമ്മുടെ ചാനലിനകത്ത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, നല്ല രീതിയിൽ അതിനെ വളർത്തിയെടുക്കാനുള്ള ഐഡിയാസ് നമുക്ക് വരും. ഫസ്റ്റൊക്കെ ഞാനിപ്പോൾ ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ ഭയങ്കര വ്യൂസ് കുറവായിരുന്നു. നമ്മൾ ഫേസ്ബുക്കിലും എല്ലാവരും ഷെയർ ചെയ്തിട്ട് വ്യൂസ് ഇടപ്പോൾ ഭയങ്കര വിഷമം, നമുക്ക് വരില്ല, ഇത് അവർക്ക് പറ്റുന്നുള്ളൂ, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സമയത്താണ് ഞാൻ ഈ CCOK എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ എത്തുന്നത്. അപ്പോൾ പറഞ്ഞു, എടാ ഇത് നീ ആ ഒരു മൈൻഡ് മാറ്റി, ചേട്ടൻ പറഞ്ഞ പോലെ ആ ഒരു മൈൻഡ് മാറ്റി വയ്ക്കുക, നിനക്ക് എന്താണോ ഉള്ളത് അത് നീ ചെയ്യുക, നിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ്, അതായത് നിനക്കൊരു ഹോബിയായിട്ട് മാറ്റിയിടുക. നമ്മളൊരു ബുക്ക് വായിക്കുന്ന ഒരാളെ പോലെ, നല്ല കഥ പറയാൻ അറിയുന്ന ആളെ പോലെ, അങ്ങനെ ഒരു ഹോബിയായിട്ട് മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ നിനക്ക് വ്യൂസൊക്കെ ഓട്ടോമാറ്റിക്കലി വരും. ബാക്കിയുള്ള കാര്യങ്ങൾ നിനക്ക് അറിയാവുന്നത് അതിൽ ഉൾപ്പെടുത്തുക. അങ്ങനെയാണ് എൻ്റെ ടിപ്പായിട്ട് പറഞ്ഞിട്ടുള്ളത്. നമ്മളിപ്പോൾ യൂട്യൂബിനകത്ത് തന്നെ നമ്മൾ ഹിറ്റായിട്ടുള്ള യൂട്യൂബേഴ്സിനെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ, ശ്രദ്ധിക്കപ്പെടുന്ന യൂട്യൂബേഴ്സ്. പക്ഷെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന യൂട്യൂബേഴ്സിൻ്റെ എണ്ണം ഇതിനകത്തൊക്കെ എത്രയെങ്കിലും കാണും. അതെ, നമ്മളെക്കാളും ഒക്കെ അടിപൊളി ക്വാളിറ്റിയിൽ വീഡിയോ ചെയ്തിട്ട് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന പല ചാനലുകളും എനിക്കറിയാം. അതെ അതെ. അപ്പം നമ്മളെപ്പോഴും ഈ പറഞ്ഞ ലൈം ലൈറ്റ് നിൽക്കുന്ന ചാനലുകൾ മാത്രമേ കാണുന്നുള്ളൂ. കുറേ പേര് ഇതിൻ്റെ പിന്നിൽ ഈ പറഞ്ഞ ഭയങ്കര സ്ട്രഗിൾ ചെയ്ത്, എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, പക്ഷേ എന്നിട്ട് പോലും വിജയം കിട്ടാത്ത പല ചാനലുകളുണ്ട്. അതെ അതെ. ഇനി പറയുന്നത് ഒരു വീഡിയോ മതി നമുക്ക് ഇതിനെല്ലാം ഒരു ട്വിസ്റ്റ് വരാൻ, ഒരൊറ്റ വീഡിയോ വൈറലായി കഴിഞ്ഞാൽ മതി. അതെ, നമ്മുടെ അർജുൻ തന്നെ. അതെ, അത് ചിലർക്ക് ആദ്യമേ അത് വൈറലാവും, ചിലർക്ക് ചിലപ്പോൾ ഒരു 100 വീഡിയോ കഴിയുമ്പോഴായിരിക്കും വൈറൽ ആകുക. പലരും ചിന്തിക്കുന്നത് ഇപ്പോൾ അർജുൻ വീഡിയോ ഇട്ട് വൈറലായി കഴിഞ്ഞാൽ എൻ്റെ എന്തുകൊണ്ട് എങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് അല്ലേ. അതെ അതെ. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മുടെ ജയരാജേട്ടൻ നമുക്ക് വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു, വളരെ സന്തോഷം. ഇങ്ങനെ ഒരു മീറ്റപ്പിന് ഞാൻ കാണണമെന്ന് പലരെ ആഗ്രഹിച്ചവർ കുറേ പേര് ഇവിടെ കണ്ടു. അപ്പോൾ ജയരാജനെ കണ്ടു, ഒരുപാട് സന്തോഷം. കാണാൻ സാധിച്ചാലും സന്തോഷം. താങ്ക് യു സാർ. താങ്ക് യു.